ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബു എൻ പനക്കൽ. ഇന്ന് നമ്മൾ കേരള സിലബസ് +1 ഹിന്ദി ഫോക്കസ് ഏരിയ ചാപ്റ്റർ 4 ജുലൂസ്, ശ്രീ ചിത്ര മുദ്ഗളിൻ്റെ നാട്യരൂപാന്തരണമാണ് ജുലൂസ്. ജുലൂസ് എന്ന് പറയുന്ന ആ കഥ രചിച്ചത് ശ്രീ പ്രേംചന്ദ് ആണ്. പ്രേംചന്ദിൻ്റെ കഥയെ ആസ്പദമാക്കി ചിത്ര മുദ്ഗൾ രചിച്ച ഒരു നാടക രൂപാന്തരണമാണ് നമുക്കിവിടെ പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത്. നാടകമായതുകൊണ്ട് നമ്മൾ പാർട്ട് ബൈ പാർട്ടായിട്ടാണ് അത് അപ്ലോഡ് ചെയ്യുന്നത്. ജുലൂസിൻ്റെ പാർട്ട് 1, പാർട്ട് 2 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് പാർട്ട് 2 പേജ് നമ്പർ 26 ദൃശ്യാന്തർ മുതലാണ് ആരംഭിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. കയ്യിൽ ഒരു പേനയോ പെൻസിലോ കരുതുക. മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വേർഡിൻ്റെ മീനിങ് അറിയാൻ വയ്യാതെ ഉണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്തിട്ട് മുകളിൽ എഴുതിയെടുക്കുക. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. बाजार से धड़ाधड़ दुकानों के ഷട്ടർ गिरने लगते हैं. മാർക്കറ്റിൽ കടകളുടെ ഷട്ടറുകൾ 1 by 1 ആയിട്ട് അടയ്ക്കുന്നു. തനാവ് ഭരി ടിപ്പണിയാം, പിരിമുറുക്കം നിറഞ്ഞ ഓരോ കമന്റുകൾ അഥവാ അഭിപ്രായങ്ങൾ. തനാവ് എന്ന് പറഞ്ഞാൽ പിരിമുറുക്കം അഥവാ ടെൻഷൻ. ധടാധഡ് എന്ന് പറഞ്ഞാൽ 1 by 1. ഒന്നാമത്തെ അഭിപ്രായം, സുൻതേ ഹോ ഇബ്രാഹിം അലി ഘോഡേസെ കുച്ചൽ ഗയി. ഇബ്രാഹിം അലി കുതിരയാൽ ചവിട്ടി അരയ്ക്കപ്പെട്ടു, കേട്ടിരുന്നോ? രണ്ടാമത്തെ അഭിപ്രായം, കൈ സ്വരാജി ജഖ്മി ഹോ ഗയി. സ്വരാജികൾ മുറിവേറ്റു. ന വേ പീछे ഹട്ടെ ഹേ ന പുലീസ് ഉനേം ആകെ ജാനെ ദേത്തി ഹേ. എങ്കിൽ അവർ പിന്നിലേക്ക് മാറുകയോ പോലീസുകാർ അവരെ മുന്നോട്ട് വിടുകയോ ചെയ്യുന്നില്ല. ഷഹർ മേ തനാവ് ഫൈൽ രഹാ ഹേ. പട്ടണത്തിൽ ഏകാന്തത, ടെൻഷൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. മൈക്കു, അത് പേജ് നമ്പർ 27 ആണ്. മൈക്കു പറയുകയാണ്, അബ് തോ ഭായി രുക്കാ നഹീ ജാത്ത, മൈ ഭി ജുലൂസ് മേ ഷാമിൽ ഹോ ജാഊംഗ. സഹോദരാ, ഇനി വൈകിക്കുന്നില്ല, ഞാനും ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നു. ദീനദയാൽ, ദുക്കാൻ ബന്ദ് കർ മൈ ഭി തുമാരെ സാത്ത് ചൽത്താ ഹൂം. മൈക്കു, ശംഭു, തും ക്യാ സോച്ച് രഹേ ഹോ. കടയടച്ചിട്ട് ഞാനും നിന്നോടൊപ്പം വരികയാണ്. മൈക്കു, ശംഭു, നിങ്ങൾ എന്താണ് ആലോചിക്കുന്നത്? ശംഭുനാഥ്, വിരോധമേയും പൂരാ ബാസാർ ബന്ദ് ഹോ രഹാ ഹേ. അവരോടുള്ള, പോലീസുകാരോടുള്ള വിരോധത്തിൽ മാർക്കറ്റുകൾ കംപ്ലീറ്റ് അടച്ചു. മേം കൈസേ അപ്പനി ദുക്കാൻ ഖുലി രഖ് സക്താ ഹൂം. എനിക്കെങ്ങനെ എൻ്റെ കട തുറന്നു വയ്ക്കാൻ സാധിക്കും? ഏക് ദിൻ തോ മർനാ ഹി ഹേ ജോ കുച്ച് ഹോനാ ഹേ ഹോ. ഒരു ദിവസം എന്തായാലും മരിക്കണം. ആഖിർ വേ ലോഗ് സഭി കെ ലിയെ തോ ജാൻ ദേ രഹേ ഹേ. അവസാനം ആ ആളുകൾ, അവർ നമുക്കെല്ലാവർക്കും വേണ്ടി അവരുടെ ജീവൻ കളയാൻ തയ്യാറായിരിക്കുന്നു. നേപഥ്യ സേ സൈക്കഡോ ലോഗോ കി ഉത്തേജിത ആവാസ് ആത്തി ഹേ. മാരോ മാരോ സിപാഹിയോ കോ മാരോ. അണിയറയിൽ നൂറുകണക്കിന് ആളുകൾ ആവേശത്തോടുകൂടി പറയുന്നു, അടിക്കൂ അടിക്കൂ, പട്ടാളക്കാരെ അടിക്കൂ. യേ അപ്പനെ ഹി ഭായി ബന്ധു ഹേ മഗർ അംഗ്രേസോ കെ പിട്ടു ബൻ ഗയേ ഹേ. ഇവർ നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ്, എങ്കിലും ഇന്ന് അവർ ഇംഗ്ലീഷുകാരുടെ അനുയായികളായി മാറിയിരിക്കുന്നു. സംഗീത് ആസാദി കി ധുൻ. സംഗീതം, സ്വാതന്ത്ര്യത്തിന്റെ സംഗീതം മുഴങ്ങുന്ന സ്വരം. ദൃശ്യാന്തർ, ഉമർത്തി ചലി ആരഹി ഉത്തേജിത് ഭീഡ് കാ സ്വർ നസ്ദീക് ആരഹാ ഹേ. ആവേശം ഉൾക്കൊണ്ടിരിക്കുന്ന ഉത്തേജിതമായ തിരക്കിന്റെ സ്വരം
അടുത്തടുത്തേക്ക് വരുന്നതായിട്ട് അണിയറയിൽ നിന്ന് കേൾക്കുന്നു. തബിയേക്ക് മോട്ടോർ കാർ കെ സ്റ്റാർട്ട് ഹൊനയ്ക്ക് ധ്വനി. അപ്പോൾ ഒരു മോട്ടോർ കാർ സ്റ്റാർട്ട് ചെയ്യുന്ന സ്വരവും കേൾക്കുന്നു. ബീർബൽ സിംഗ് ഖബഡാക്കർ. ബീർബൽ സിംഗ് പരിഭ്രമത്തോടുകൂടി പറയുകയാണ്, അരെ DSP സാഹബ് തോ ചൽ ദിയേ, അബ് മെയിം ക്യാ കരൂ, अहिंसा के व्रतधारियों पर डंडे बरसाना और बात है, हिंसक भीड़ का सामना करना और अरे DSP साहब तो चल दिए, DSP साहब പോയോ, अब मैं क्या करूं, ഇനി ഞാൻ എന്തു ചെയ്യും, അഹിംസ കെ വ്രതധാരിയോം പർ, അഹിംസ സിദ്ധാന്തത്തിൽ ഉറച്ചു നിൽക്കുന്നവരുടെ മേൽ ലാത്തി ചാർജ് നടത്തുകയും അത് ഒരു കാര്യം, ഹിംസക് ഭീഡ് കാ സാമ്ന കർണ ഔർ, ഹിംസകരായ തിരക്ക് നേരിടുക എന്നുള്ളത് മറ്റൊന്ന്. ആദേശാത്മക സ്വരമേ ഉപദേശ രൂപേണയുള്ള സ്വരത്തിൽ പറയുകയാണ്, സിപാഹിയോ ആഹിസ്ത സെ പീച്ചെ ഹട്ലോ, അല്ലയോ സിപാഹി നിങ്ങൾ പിന്നിലേക്ക് തിരിയുക, ഘോടോ കി ടാപ്പോം കോ മുടിനെ ക സ്വർ, കുതിര തിരിയുന്ന സ്വരം കേൾക്കുന്നു. ഇബ്രാഹിം അലി കരാത്തെ ഹുയെ ക്യോം കൈലാഷ് ഏ ആവാസെ കൈസി ഹേ, ഈ സ്വരം എന്താണ്? അദ്ദേഹം ഞരങ്ങിക്കൊണ്ട് ചോദിച്ചതാണ്. ക്യാ ലോക് ഷഹർ സെ ആ രഹേ ഹേ, ഒരു വലിയ ബഹളം കേൾക്കുന്നു, എവിടുന്നാണ് ഈ ശബ്ദം? പട്ടണത്തിൽ നിന്ന് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണോ? കൈലാസ്. ഉടനെ കൈലാസ് പറയുകയാണ്, ചിന്തിത് സ്വർ, ചിന്തിത് ഹോക്കർ, ആലോചിച്ചിട്ട് പറയുന്നു, ജിഹാം ഹസാരോ ആത്മീ ഹേ, ആയിരക്കണക്കിന് ആളുകളുണ്ട്, പട്ടണത്തിൽ നിന്ന് അവർ വരികയാണ് ഇങ്ങോട്ട്. ഇബ്രാഹിം അലി തോ അബ് ഖൈരിയത്ത് നഹീം, ഇനി യാതൊരു ക്ഷേമവുമില്ല, ചണ്ട ലൗട്ടാതോ, എല്ലാവരും കൊടി മടക്കിക്കോളൂ, ഹമേം ഫൗരൻ ലൗട്ട ചല്ല ചാഹിയെ, നമ്മൾ പെട്ടെന്ന് ഇവിടുന്ന് തിരിച്ചു പോകണം, നഹീന്തോ തൂഫാൻ മജി ജായക, അല്ലെങ്കിൽ വലിയൊരു കൊടുങ്കാറ്റ് തന്നെ അടിക്കും, ഹമേ അപ്പനെ ഭായിയോം സെ ലഡായി നഹീം കർണി ഹേ, നമ്മൾ നമ്മുടെ സഹോദരങ്ങളുമായി യുദ്ധം ചെയ്യുന്നില്ല, കഹോ കഹോ സബ്സെ വാപ്പസ് ലൗട്ട് ചലേ, പറയൂ പറയൂ, എല്ലാവരോടും പിരിഞ്ഞു പോകാൻ പറയൂ, തിരിച്ചു പോകുവാൻ പറയൂ. കൈലാസ് യേ ആപ്പ് ക്യാ കർ രഹേ ഹേ, ഉടനേക്ക് കോശിഷ് ക്യോം കർ രഹേ ഹേ, താങ്കൾ എന്താണ് ചെയ്യുന്നത്? എഴുന്നേൽക്കാൻ പരിശ്രമിക്കുന്നുവോ? കോശിഷ് കർണ, പരിശ്രമിക്കുക. ജൈസാപ്പ് കഹേങ്കി വൈസാഹി ഹോഗ, താങ്കൾ പറയൂ, അതുപോലെ ചെയ്യാം. ലോകം കി ഓർ മുടുക്കർ, ആളുകളുടെ നേർക്ക് തിരിഞ്ഞിട്ട് പറയുന്നു, ഭായിയോ ഇബ്രാഹിം ചാച്ചക്ക് ലിയെ സ്ട്രക്ചർ തയ്യാർ കരു, ഇബ്രാഹിം ചാച്ചയെ കൊണ്ടുപോകുവാൻ ഒരു സ്ട്രക്ചർ വേഗം കൊണ്ടുവരൂ. ചണ്ടിയോം കെ ബാംസോം കോ സാഫോം ഔർ റൂമാലോം സെ ബാന്ധോ, തലപ്പാവുകളും കർച്ചീഫുകളും ഒക്കെ കൊണ്ട് കെട്ടുക. ബാന്ധോ ജൽദി കരു, വേഗം വേണം. ഇബ്രാഹിം അലി കാംതിയാവസ്മി, വിറയലാർന്ന സ്വരത്തിൽ പറയുന്നു, ലോഗോं की മനോവൃത്തി में आया वह परिवर्तन ही हमारी असली विजय है, ആളുകളുടെ മനോവൃത്തിയിൽ വരുന്ന പരിവർത്തനം യഥാർത്ഥത്തിൽ നമ്മളുടെ വിജയമാണ്. ഹമാര ഉദ്ദേശ് കേവൽ ജനതാക്ക് സഹാനുഭൂതി പ്രാപ്ത് കർണ ഹേ, നമ്മുടെ ഉദ്ദേശ്യം ജനങ്ങളിൽ സഹാനുഭൂതി ഉളവാക്കിപ്പിക്കുക എന്നുള്ളതാണ്. ഉൻകി മനോവൃത്തിക്കോ ബദൽ ദേനാ ഹേ, അവരുടെ മനസ്സ് മാറ്റുക എന്നുള്ളതാണ്. ജിസ് ദിൻ ഹം ഇസ് ലക്ഷ്യ पर पहुंच जाएंगे उसी दिन स्वराज्य सूर्य का उदय होगा, ഏത് ദിവസമാണോ ഈ ലക്ഷ്യത്തിൽ നമ്മൾ എത്തിച്ചേരുന്നത് അന്ന് സ്വരാജ്യത്തിന്റെ സൂര്യൻ ഉദിക്കുന്നതായിരിക്കും. ജയ് ഭാരത്. സഭി ജോഷിയിലെ സ്വർമേം ജയ് ഭാരത് ദോരാത്തെ. അപ്പോൾ ഇത് കേട്ട് എല്ലാവരും ആവേശത്തോടുകൂടി ജയ് ഭാരത് എന്ന് ഉരുവിടുന്നു. ആ സമയത്ത് സംഗീതം മുഴങ്ങുന്നു. അതായത് സ്വാതന്ത്ര്യത്തിന്റെ ആവേശത്തിന്റെ സംഗീതമാണ് മുഴങ്ങുന്നത്. ജുലൂസ് എന്ന ചിത്രാമുദ്ഗലിന്റെ നാട്യ രൂപാന്തരണം ഇവിടെ അവസാനിച്ചു. 3 പാർട്ടായിട്ടാണ് നമ്മളിത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഈ 3 പാർട്ടും
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നെടുത്ത പാർട്ട് 3 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാവാൻ വേണ്ടി നിങ്ങൾ അത് ഷെയർ ചെയ്യുക. ഫോക്കസ് ഏരിയയിലെ മറ്റു ചാപ്റ്ററുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ഐക്കണിലുള്ള ഓൾ ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.